ഹലോ, വെൽക്കം ബാക്ക്. കുറേ കാലത്തിന് ശേഷം പിന്നെ ഞാൻ ഒരു വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ ഇടാത്തതെന്ന്. എനിക്ക് ഓരോ റീസൺസ് ഉണ്ട്, അതുകൊണ്ട് മാത്രമാണ്. പിന്നെ ഞാനിപ്പോൾ പഠിക്കാൻ പോകുന്നുണ്ടല്ലോ, അതിൻ്റേതായ തിരക്കും കാര്യങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതൊരു സൈഡിലുണ്ട്, വേറെ കുറച്ച് റീസൺസ് ഉണ്ട്. അപ്പം ഇൻഷാ അല്ലാ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളെന്ന് പറയുമ്പോൾ, നമ്മളെ കോളേജിൽ നിന്നിട്ട് വിദ്യാർത്ഥികൾക്ക് ഒരു ഫാഷൻ ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം മാഷാ അല്ലാ അതിൽ ഒരു കണ്ടസ്റ്റൻ്റായിട്ട് ഞാനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ജസ്റ്റ് ഡിസൈനർ ഷോ ആണ്, മത്സരമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറ്റുന്നിടത്തോളം ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഞാൻ 2 ഡ്രസ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചിട്ടാണ് കേട്ടോ പോണത്. കോഴിക്കോട് വരെ നമ്മൾ ബസ്സിനാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ കോഴിക്കോട് നിന്ന് റിസർവേഷൻ ചെയ്തിട്ട് തൃശ്ശൂർക്കാണ് നമ്മൾ പോണത്. തൃശ്ശൂർക്ക് നമ്മൾ ട്രെയിനിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെ കൂടെ തന്നെ ടീച്ചേഴ്സും സാർമാരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഞാനിങ്ങനെ ഓരോ ഷോർട്സ് എടുത്ത് വെക്കുമ്പോഴും ഞാൻ ഇടണം വിചാരിച്ചിട്ട് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വിചാരിച്ച് ചെയ്യണോ വേണ്ട മാറ്റി പിടിച്ചാലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി, ഞാൻ പോയിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ്. അതായത് ഞാൻ പോയി അനുഭവിച്ച് എൻ്റെ എനിക്ക് ലൈഫിൽ ഏറ്റവും അച്ചീവ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണെന്ന് എനിക്ക് എത്ര ഇത് ഇതാകുമ്പോഴും ഒരു മനസ്സിനൊരു സന്തോഷമാണ്. അപ്പം ഞാൻ തന്നെ ഇങ്ങനെ ചിന്തിച്ച് ഈ ഒരു വീഡിയോ ഇട്ടാലാണ് നമുക്ക് പിന്നെയും കാണാൻ പറ്റുള്ളൂ എന്ന്. എന്നിട്ട് ഞങ്ങൾ ജസ്നി മിസ് ഇട്ടാ, വൈസ് പ്രിൻസിപ്പളാണ് മിസ്സ്. സീരിയസ് ആയിട്ട് വിശന്നിട്ട് ഫുഡ് കഴിക്കാൻ എന്നെ നോക്കണമൊക്കെ ഉണ്ട്. പിന്നെ ഇതൊരു ഡ്രസ്സാണ് കേട്ടോ. ഇന്ന് നമ്മുടെ കോളേജിലെ സ്റ്റുഡൻസ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അത് അത്യാവശ്യം നല്ല ഹെവിയാണ്. ഒരു കമ്പിയൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഡിസൈൻ ചെയ്ത സാധനമാണ്. അപ്പോൾ ഞാനത് ഫാഷൻ ഷോയിൽ കാണിക്കുന്നുണ്ട്, അപ്പോൾ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറി ട്രെയിനിൻ്റെ സമയമായപ്പോൾ നമുക്ക് ഫുഡൊന്നും കിട്ടിയിട്ടില്ല. അപ്പം എല്ലാവരുടെ കയ്യിലുള്ള സ്നാക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഷെയർ ചെയ്തിട്ടൊക്കെ കഴിക്കാൻ കേട്ടോ. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അവിടുന്ന് പിന്നെയും പോകണം, കുറച്ചും കൂടി പോകാനുണ്ട്. അപ്പോൾ അതിന് ഓട്ടോറിക്ഷയ്ക്ക് ഓരോ ടീമായിട്ട് ഓട്ടോറിക്ഷയ്ക്ക് പോകാമെന്നുള്ളൊരു ഇതിലാണ് നമ്മൾ പോണത്. അപ്പോൾ കണ്ട ഈ ഒരു ഡ്രസ്സ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കണം കേട്ടോ, കുറച്ച് പ്രയാസം. അപ്പം നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി മറിച്ചൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. നമ്മളത് മാത്രം അങ്ങനെയൊന്നുമില്ല, നമ്മളൊരു ഗ്രൂപ്പായിട്ടാണല്ലോ പോണത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ കോളേജിൽ ചേർന്നതിന് ശേഷം മാത്രമാണ് എനിക്കിങ്ങനെ ഒരു ഓഫർ കിട്ടിയിട്ടുണ്ടായിരുന്നത് അല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡിസൈനർ ഷോയിലൊക്കെ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ടും ഒക്കെ നമ്മൾ ചിലവാക്കണം. ഇതാകുമ്പോൾ ഇപ്പോൾ നമ്മളെ ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് കൊണ്ടുപോയാൽ മാത്രം മതി. അതിന് നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ ഇറങ്ങിയാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേണം ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട്. വൈകുന്നേരം 4 മണി മുതലാണ് നമ്മളെ ഷോ ഉള്ളത് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 3:30-4 മണി ആവാനായിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കോൾ ചെയ്യുന്നുണ്ട്. അവിടെ നേരത്തെ എത്തിയ മിസ്സുമാർ നമ്മളെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, നിങ്ങളെവിടെ എത്തി, നിങ്ങൾ വാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നമുക്കൊരു ഫുഡ് പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ കുറച്ചധികം ഇതായിപ്പോയി. നമ്മൾ ഇറങ്ങിയ ടൈമും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും റെഡി ആയില്ല. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ജ്യൂസും വെള്ളം വേണ്ടവരെ കുടിച്ച്. ഞാനൊരു ലെമൺ ടീ ആണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ പിന്നെ കട്ടൻ ചായ വിട്ടിട്ടൊരു പരിപാടിയില്ല, എവിടെ പോയാലും നമ്മൾ ആ സ്വഭാവം തന്നെ എടുക്കാം. അപ്പം അതൊക്കെ കുടിച്ച് ഞങ്ങൾ ഓരോ ടീമും ഇങ്ങനെ ഓട്ടോറിക്ഷക്കാട്ട് പോകുന്നത്. ബസ്സിന് പോകാനുണ്ട്, പക്ഷേ അതിലും സുഖമായിട്ട് നമുക്ക് ഓട്ടോയിൽ പോകണതാണ് ബെറ്റർ എന്ന് തോന്നി. കാരണം 4 ആളൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ക്യാഷ് എടുത്തിട്ട് പോകാമല്ലോ. അപ്പം നമ്മൾ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് തൃശ്ശൂർ കാണുന്നത് കേട്ടോ. അങ്ങനെ ഏതോ ചെറിയ കുട്ടിയായിട്ടായിരിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് ടൂറ് പോണ കൂട്ടത്തിലൊക്കെ തൃശ്ശൂർ കയറി ഇറങ്ങിയിരിക്കണമെന്ന് എനിക്കറിയാം, അത്രേ എനിക്കറിയുള്ളൂ സത്യം പറഞ്ഞാൽ. പക്ഷേ ഇന്നിപ്പം എൻ്റെ ഈ ഒരു പ്രായത്തിൽ എനിക്ക് ശരിക്ക് യാത്ര ചെയ്യാനും നമ്മളെ കാര്യങ്ങൾ നോക്കാനും നമുക്ക് മനസ്സിലാക്കാനൊക്കെ പറ്റി എന്നുള്ളത് വേറൊരു തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ വീഡിയോ ഇടണം എന്ന് വിചാരിക്കാനുള്ള പ്രധാന കാരണം ഈ ഒരു വ്യൂ ഒക്കെയാണ്. കാരണം ഇത് നമ്മൾ പോയി കണ്ടിട്ടുള്ളൊരു വ്യൂ ആണ്. അപ്പോൾ പിന്നെ നമുക്ക് നമ്മളെ യൂട്യൂബ് എടുത്ത് നോക്കുമ്പോൾ ഇത് അവിടെ തന്നെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത്. പിന്നെ ഞങ്ങളൊക്കെ ഈ സമയത്ത് ശരിക്കും ഭയങ്കര എക്സൈറ്റഡിലാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് കോളേജിൽ നിന്ന് തന്നിട്ടുണ്ടായിരുന്നത് ഒരു മെഷർമെൻറ്റ്, ഒരു ഫോട്ടോ മാത്രമാണ്. ആ ഫോട്ടോ നോക്കിയിട്ട് നമ്മൾ മെഷർമെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന ഡ്രസ്സ് ആൾക്ക് പാകാവോ, ആളെ ശരിക്കും കാണാൻ എങ്ങനെയുണ്ട്. ഇപ്പോഴത്തെ ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇതിൻ്റെയൊക്കെ അവസ്ഥ തന്നെയാണ്. അപ്പം
എന്താണ് എങ്ങനെയുള്ള ആളായിരിക്കും, നമ്മളെ കളറ് മാച്ചിങ് ആണോ, നമ്മളെ ഡ്രസ്സ് പെർഫെക്റ്റ് ആവുമോ, ഇനി അവിടെ നിന്ന് എന്തെങ്കിലും അൾട്രേഷൻ വർക്ക് വരുമോ, അങ്ങനെയുള്ള ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷെ നല്ല നല്ല സ്ഥലങ്ങളായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റി, പോകാൻ പറ്റി. അതിലുപരി ഒരു ഫാഷൻ ഷോ എന്നുള്ളത് കാണാൻ പറ്റിയത് ശരിക്കും പറഞ്ഞാൽ ഒറിജിൻ കോളേജിൽ വന്നതിന് ശേഷമാണ്. ഫാഷൻ ഷോക്കും മറ്റുള്ള ഇതിനൊക്കെ ഇത്രയും വാല്യൂ കൊടുക്കുന്ന ഒരു കോളേജ് നമ്മളിവിടെ അടുത്തെവിടെയും കണ്ടിട്ടില്ല കേട്ടോ. ഒരു കോളേജിൽ നിന്നും അങ്ങനെ വന്നതായിട്ടില്ല. അധികം സെൽഫായിട്ട് വന്ന ആൾക്കാർ അവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾക്ക് ഒരു കമ്പനി ഇങ്ങനെ ഒരു ഓഫർ തരുമ്പോൾ നമ്മൾ ചെന്ന് ചെയ്ത് കൊടുക്കുമ്പോൾ അതൊരു എക്സ്പീരിയൻസ് ആണ്. എന്താ വെച്ചാൽ നമ്മൾ ലൈഫിൽ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്താൽ അതെന്താണ്, അല്ലെങ്കിൽ ഇതിൽ വന്ന മിസ്റ്റേക്ക് അടുത്ത ഷോയിൽ പോകുമ്പോൾ നമുക്കത് റെഡിയാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ നമ്മൾ ഒരാളെ കാണാണ്ട് ഡ്രസ്സ് ചെയ്യാന്ന് പറയുമ്പോൾ എനിക്ക് മാഷാ അല്ലാ ബുദ്ധിമുട്ടായിട്ടും തോന്നിയിട്ടില്ല. കാരണം നമ്മൾ ഓൺലൈൻ വർക്ക് എടുക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പേര് നമുക്ക് മെഷർമെൻറ്റ് അയച്ചിരും, നമ്മൾ പറഞ്ഞ പോലെ അളവെടുത്ത് അയച്ചിരും. അപ്പോൾ അത് നമുക്കറിയാം എങ്ങനെ ചെയ്യണം എന്ന്. അതുകൊണ്ട് തന്നെ അത്ര ടെൻഷൻ ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ കാണാത്ത കുട്ടി ഇതെങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ള ടെൻഷൻ ഉണ്ടല്ലോ, അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എക്സൈറ്റ്മെൻറ്റിൽ ഏതായാലും ഞങ്ങൾ അവിടെ എത്തിയിട്ടല്ല, ലാലീസ് കൺവെൻഷൻ സെൻറ്ററിലായിരുന്നു പ്രോഗ്രാം നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഏകദേശം ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എത്തുമ്പം നമ്മളെ ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നേരത്തെ വന്നവരുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഈ ചെയ്യുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, ഡ്രസ്സ് നമ്മൾ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ മേക്കപ്പും നമ്മളെ കോളേജിൽ നിന്ന് തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പം മേക്കപ്പ് ആർട്ടിസ്റ്റ് നമ്മളെ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് തന്നെയാണ് അത് ചെയ്യുക. അപ്പോൾ അവരൊക്കെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു, അവർ 4 പേരുണ്ടായിരുന്നു. അപ്പം അവർ വന്നിട്ട് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എത്തിയ പാടനെ ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട്. ഇതാണ് കേട്ടോ ലാലീസ് കൺവെൻഷൻ സെൻറ്റർ. അപ്പം ഇതൊക്കെ മോഡൽസാണ്. അപ്പം നമ്മളെ മോഡൽസിനെ ഓരോരുത്തർ പോയിട്ട് പരിചയപ്പെടുകയാണ്. കാരണം നമ്മൾ സെലക്ട് ചെയ്ത ആൾ ഇൻ്റെതാണ് ഫസ്റ്റ് ഫുൾ സ്ലീവിൻ്റെ ബ്ലാക്ക് ഇട്ട കുട്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഫോട്ടോ മാത്രമല്ലേ കാണുന്നുള്ളൂ. പിന്നെ അതിൻ്റെ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ കുറച്ച് നേരം കണ്ടു നിന്നിട്ട് നമ്മളോട് അവിടെ പോയിട്ട് ഡ്രസ്സും കോസ്റ്റ്യൂംസൊക്കെ റെഡിയാക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ഹാളിലേക്ക് പോകണം കേട്ടോ. അപ്പം ഇത് വേറൊരു ലോകമാണ്, നമ്മൾ ഇതുവരെ കാണാത്ത, അല്ലെങ്കിൽ ഒത്തിരി പേരുണ്ട് കേട്ടോ. എന്താണെന്നൊന്നും നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ലല്ലോ, അത്രയും നല്ലൊരിതാണ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഫസ്റ്റത്തെ ഡ്രസ്സ്. അത് ജസ്റ്റ് ഡ്രസ്സ് ഇട്ടിട്ട് പിന്നെ നമ്മൾ മേക്കപ്പ് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതിൻ്റെ ഇടയിൽ നമ്മൾ സ്റ്റുഡൻസൊക്കെ പോയിട്ട് ഒന്ന് ഫ്രഷായിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ രണ്ടാമത്തെ ഡ്രസ്സ്. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു ഡ്രസ്സ് തന്നെയാണ്, നമ്മളൊരു റിലേറ്റീവിൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള. അപ്പം ഞാൻ ആളെടുത്ത് ചോദിച്ചപ്പം ആൾ ഓക്കെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ്. അപ്പം അങ്ങനെ കൊണ്ടുപോയതാട്ടോ. 2 സ്റ്റിച്ച് ചെയ്യാനുള്ളൊരു ടൈമില്ലായിരുന്നു. ഞാൻ ശരിക്കും 3 എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഇടയിൽ വന്നപ്പം സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൂടുതലുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഞാൻ ഈ ഡ്രസ്സ് ഓൾറെഡി എൻ്റെ അടുത്തുള്ളതുകൊണ്ട് ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ഉള്ളതുകൊണ്ട് മിസ്സുമാർക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഇത് കുഴപ്പമില്ല, ഒരു ചെറിയൊരു മോഡൽ അതിലുണ്ട്, അപ്പോൾ അതിന് ഇത് ആപ്റ്റ് ആവുമെന്ന് പറഞ്ഞിട്ട് അവരെന്നെ ഇതാക്കിയാട്ടോ. അപ്പോൾ ഇതൊക്കെ ഓരോ സ്റ്റുഡൻസും ചെയ്ത വർക്കാണ്. മാഷാ അല്ലാ, നമുക്ക് അവരത് ഇട്ടപ്പം ഭയങ്കര പ്രൗഡായിരുന്നു കേട്ടോ. കാരണം നമ്മൾ അവിടേക്ക് എത്തിയെന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും സന്തോഷമായിരുന്നു. അപ്പം അവർ ഡ്രസ്സ് ഇട്ടിട്ട്, ഇപ്പം ഡ്രസ്സായാലും അവർ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യില്ലേ, അപ്പോൾ നടക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് അവരൊന്ന് റിഹേഴ്സലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഓരോന്ന് കാണുമ്പോൾ നമുക്ക് ഏതാ ഭംഗിയെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. എല്ലാത്തിനും അതിൻ്റേതായ ഭംഗിയും അതിൻ്റേതായ പോരായ്മകളും ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാവരുടെ ഡ്രസ്സിനും. എന്നാലും മാഷാ അല്ലാ ഒരു വിധത്തിൽ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ നമുക്ക് ആ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഞങ്ങൾ സ്റ്റുഡൻസ് ആയിരിക്കെ ഞങ്ങൾക്ക് പ്രൗഡായിട്ടുള്ള കാര്യം തന്നെയായിരുന്നു. പിന്നെ അതിന് വേണ്ടിയിട്ട് സഹകരിച്ച കോളേജ് അധികൃതരായാലും ടീച്ചേഴ്സായാലും ഒക്കെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ. മിസ്സുമാരൊക്കെ നമ്മളെ കൂടെ എല്ലാത്തിനും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ കാര്യങ്ങൾക്കും ഒരു മുട്ടുസൂചി വേണമെങ്കിൽ പോലും അതെടുത്ത് തരാനും അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തരാനും ഇതിങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതും. ഇപ്പോൾ എൻ്റെ മോഡലിൻ്റെ ഡ്രസ്സ് അത്യാവശ്യം നല്ല ലൂസ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തന്ന അളവിനെക്കാട്ടും നല്ല ലൂസ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ആ കുട്ടി ഇടുന്ന ടൈമിൽ പോയിട്ട് സൂചി നൂലും എടുത്തിട്ട് സൈഡൊക്കെ തുന്നിയാണ് സെറ്റാക്കിയിരുന്നത്. രണ്ടാമത്തെ ആളത്തെ പിന്നെ ഓക്കെ ആയിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ, അതേ അളവ് തന്നെയായിരുന്നു. പിന്നെ അങ്ങനെ 2 ആൾക്കാരെയും സെറ്റാക്കി നിർത്തി ഏകദേശം നല്ല ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. സ്റ്റേജിൽ വിളിക്കാൻ 9 മണിയൊക്കെ ആയിട്ടുണ്ട്.
അപ്പം കുറച്ച് ലേറ്റായിപ്പോയി. നമ്മൾ പ്രതീക്ഷ സമയത്തിനെക്കാട്ടി കുറച്ചും കൂടി വൈകിപ്പോയി ഒരു മിസ്റ്റേക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ അത്രയും സെറ്റായിട്ട് റെഡി ആയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരൊക്കെ റെഡി ആയതിന് ശേഷം ഫോട്ടോ എടുക്കലും വീഡിയോസ് എടുക്കലും നമുക്ക് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഇതൊക്കെ കുറച്ച് വീഡിയോ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് സ്റ്റേജിൻ്റെ അവിടേക്ക് പോയിട്ടോ. കാരണം നമുക്ക് അവിടെയുള്ള പ്രോഗ്രാംസ് കാണണമല്ലോ, അതുകൊണ്ട്. പിന്നെ ഓരോരുത്തരിലെ വർക്ക് കൂടുതലായിട്ട് വീഡിയോ എടുക്കാനും ഫോട്ടോസ് എടുക്കാനുമാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണോ അത് ചെയ്യാനാണ് എല്ലാവരും നോക്കുക. കാരണം നമ്മളിപ്പോൾ ഒരുപാട് വീഡിയോസ് എടുത്തിട്ട് കാര്യമില്ലല്ലോ. നമ്മളെ മോഡൽസിനെ കൂടുതലായിട്ട് കാണുന്ന രീതിയിലൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോസ് എടുക്കുമ്പോഴാണ് നമുക്ക് എന്താവുള്ളൂ, അത് നമ്മളെ അക്കൗണ്ടിലൊക്കെ ഇട്ടിട്ട് നമുക്കൊന്നും കൂടി റീച്ച് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ മാക്സിമം എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ എല്ലാവരും എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പ്രോഗ്രാമിന് പോയി അവിടെ ഇരുന്ന് കുറേ പ്രോഗ്രാമുകളൊക്കെ കണ്ടിട്ടോ. ചെറിയ കുഞ്ഞു മക്കളെ ഫാഷൻ ഷോയും അതിന് പ്രൈസ് കൊടുക്കണതും, അതേപോലെ തന്നെ വലിയ വലിയ ആൾക്കാരതും, കോളേജിൻ്റെതും ബ്രൈഡിൻ്റെതും ഗ്രൂമിൻ്റെതും, അങ്ങനെ ഓരോ സെക്ഷനാണ്. ഓരോ ഫാഷൻ ഷോ എന്ന് പറയുമ്പോൾ ഇന്ന തീമാണ്, അങ്ങനെ തീം കൊടുക്കും നമ്മൾ. അണ്ടർ ദ സീ ആയിരുന്നു നമുക്ക്. അപ്പോൾ അതേപോലെ തന്നെ ഓരോന്നിനും ഓരോ തീമുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാമിന് പങ്കെടുത്തുകൊണ്ട് മാത്രം കിട്ടിയ കുറച്ച് അറിവുകളാണ് കേട്ടോ. അതുവരെയൊന്നും ഇങ്ങനത്തെ ഒരു സംഭവത്തിനെ പറ്റി എന്നെ സംബന്ധിച്ച് എനിക്ക് തീരെ ഐഡിയ ഇല്ലായിരുന്നു. ഇത് ബ്രൈഡലാണ്. അപ്പോൾ ബ്രൈഡലിൻ്റെ ഓരോരോ മോഡൽസ് അങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കണ്ടിരിക്കാൻ പറ്റിയൊരു സംഭവം തന്നെയാണ് കേട്ടോ. നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓരോ ഡ്രസ്സിനെ പറ്റിയിട്ട് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിലൊക്കെ ഓരോ പ്രോഗ്രാമിന് പങ്കെടുക്കുമ്പോൾ അതൊരു പുതിയ അനുഭവം തന്നെയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അങ്ങനെ ഒരു ഫാഷൻ ഷോയിൽ പങ്കെടുക്കുന്നതും അതിൻ്റെ ഒരു സംഭവങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നതും. എന്നോട് ചോദിക്കുമ്പം ഞാൻ നല്ലതാണെന്നേ പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇത്രയും എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏതായാലും നമ്മളെ കോളേജിൻ്റെ പരിപാടിയാണ് കേട്ടോ ഇനിയുള്ളത്. അപ്പോൾ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് എല്ലാവരും നോക്കുക ഇൻഷാ അല്ലാ. എന്താ പറയുക, അത്രയും നല്ല രീതിയിൽ പോയിട്ടുണ്ട്. എനിക്ക് അത്രയും സന്തോഷമുണ്ട് കേട്ടോ. ഞാനിതിങ്ങനെ ഓരോ തവണ എടുത്ത് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം നമ്മൾ ചെയ്തത്, നമ്മളെ അങ്ങനെ സ്റ്റേജിൽ അത്രയും ഒരു ഡിസൈനറായിട്ട് നമ്മളെ അറിയപ്പെടുക, നമ്മൾ അടിച്ച ഡ്രസ്സ് ഇട്ടിട്ട് കുട്ടികളെ വരിക, അത് ഫോട്ടോസ് വീഡിയോസായിട്ട് നമുക്ക് കിട്ടുക, നമ്മളെ ലൈഫിൽ എത്രത്തോളം നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണെന്ന് ചോദിച്ചാൽ എനിക്ക് വാക്കുകളില്ല കേട്ടോ. അതേപോലെ തന്നെ നമ്മളെ കൂടെ വന്നിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനായാലും ഓരോരുത്തരെ 3 ഡ്രസ്സ് 4 ഡ്രസ്സ് ചെയ്തവരുണ്ട്, അതിൻ്റെ കൂടുതൽ ചെയ്തവരുണ്ട്. അതിലെനിക്ക് നല്ല സങ്കടമുണ്ട് കേട്ടോ. ഞാനൊരു 3-4 ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഓൾറെഡി പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ആളാണ്. അപ്പം എനിക്ക് ആ ഓർഡറുകളൊക്കെ ഞാൻ വാങ്ങി വെച്ചതുകൊണ്ട് തന്നെ ഈ ഡേറ്റും ആ ഡേറ്റും കൂടിയൊക്കെ ഒരുമിച്ച് വന്നപ്പം എനിക്ക് കൂടുതൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് ഒഴിവാക്കിയിട്ട് ഇതെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഒന്ന് മാത്രം ചെയ്തത്. പിന്നെ ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി നമ്മൾ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തിരുന്നത് അവർക്ക് ഓക്കെ ആണെന്ന് തോന്നിയപ്പം അവർ അതെടുത്തു. കാരണം ഞാൻ ചെയ്തത് തന്നെയാണ്, പുറത്തുനിന്ന് ചെയ്തതൊന്നുമല്ലല്ലോ. അപ്പം അത് കുഴപ്പമില്ല. അപ്പം അങ്ങനെ മാത്രമാണ് ഞാൻ 2 ഡ്രസ്സായത്. അല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും ഞാൻ ഒരു ഡ്രസ്സായിട്ട് പോകുമ്പോൾ എനിക്ക് അതിലും കൂടുതൽ സങ്കടമായിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലോ, നമുക്ക് കുറച്ച് കൂടുതൽ ഡ്രസ്സ് ചെയ്തിട്ട് നമ്മൾ പോകണം, അപ്പോഴാണ് അതിൻ്റെ ഒരു രസമുള്ളത്. അപ്പോൾ ഇതിൽ കൂടുതലും ഞാനിപ്പം ഞാൻ ചെയ്ത ഡ്രസ്സാണ് കേട്ടോ ഷോ കാണിക്കൽ ഈ ഒരു വീഡിയോയിൽ. ബാക്കി ഫുള്ളായിട്ടുള്ള ഷോ നമ്മളെ ചാനലിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഡ്രസ്സ്. പിന്നെ ആ ഒരു കിഡ്സിൻ്റെ ഡ്രസ്സും കണ്ടല്ലോ. ഏകദേശം ഒരു 9:30 ഒക്കെ സമയം ഇപ്പം തന്നെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഷോ നടക്കുമ്പോൾ. ഇതിന് മ്യൂസിക് ഞാൻ ഒഴിവാക്കിയതാണ്, ഇനിയിപ്പോൾ കോപ്പിറൈറ്റും കാര്യങ്ങളൊന്നും വരണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇത്രത്തോളം പറയാനാണ് എൻ്റെ കയ്യിലൊന്നുമില്ല. എനിക്ക് ഒത്തിരി സന്തോഷമായിരിക്കണം വീണ്ടും വീണ്ടും പറയുമ്പോൾ നിങ്ങൾക്കും അതൊരു ബോറിങ് തന്നെ ആയിരിക്കും. അപ്പോൾ തൊട്ട് അതിൻ്റെ കുട്ടി മോഡൽ വരുന്നുണ്ട്. ആൾ നല്ല ഉഷാറാണ് കേട്ടോ, നല്ല ആക്റ്റീവായിട്ടുള്ള ഒരാൾ. അതുവരെ ഉറക്കം തൂങ്ങിയാൽ നിന്നിരുന്നത്. ഷോ വിളിച്ചെന്ന് കണ്ടാൽ ആൾ ആക്റ്റീവായിട്ടാണ്, കുഴപ്പമൊന്നുമില്ല.
അപ്പം ആൾ നല്ലോണം പെർഫോം ചെയ്യണുണ്ട് കേട്ടോ. അത് എപ്പോഴും എല്ലാ ഷോക്കും പോവലുണ്ട് എന്ന് അവർ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ടാലൻ്റ് എന്തായാലും അവർ കാണിക്കുമല്ലോ. ചെറിയ കുഞ്ഞു കുട്ടിയാണെങ്കിലും അപ്പം ഏകദേശം എൻ്റെ ഹംദാൻ്റെ ഏജേ ഉള്ളൂ. അപ്പോൾ കുട്ടി ഇങ്ങനെ ഉറക്കം തൂങ്ങുമ്പോഴൊക്കെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടീൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറയും അത് കുഴപ്പമൊന്നുമില്ല, അവൾ ആക്റ്റീവാണ്, അവൾ റെഡിയാവും, അത് കുറച്ച് നേരം ഉണ്ടാവുള്ളൂ എന്ന് പറയും. അപ്പം അതങ്ങനെ അങ്ങോട്ട് ഇതാവും. ഇത് നമ്മളെ കോളേജിലെ സ്റ്റുഡൻസ് ചെയ്തിട്ടുണ്ടായിരുന്ന വർക്ക് തന്നെയാണ് കേട്ടോ, ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഓരോ വർക്കുകൾ നമ്മൾ കണ്ട് വരും. അപ്പോൾ ഓരോ ഡ്രസ്സ് ഓരോ പ്രാവശ്യം ഇങ്ങനെ പോയിക്കോട്ടെ, ഒരു നല്ല രീതിയിലൊന്ന് കണ്ടോട്ടെ വെച്ചിട്ടാട്ടോ. ചിലവർ നമ്മളെ ചാനലിട്ടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാഷൻ ഷോ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടെന്ന് വരില്ല. അപ്പം ഇനിയിപ്പോൾ നമ്മളെ കൂടെ ചെയ്ത കുട്ടികളാണെങ്കിലും അവരുടെ ഡ്രസ്സ് ഇന്നയിലുണ്ട് എന്ന് പറയുമ്പോൾ അവർക്കൊന്ന് കാണണമെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ അത് പിന്നെയും ഫുള്ളായിട്ട് അതിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഓരോ ഡ്രസ്സ് കാണുമ്പോൾ ഇത് ഇങ്ങനെ ചെയ്യായിരുന്നു അല്ലേ, ഇത് അങ്ങനെ ചെയ്യായിരുന്നു അല്ലേ, ഇത് ട്രാപ്പ് ചെയ്യണ ഒരു ഇതൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലൂസായാലും എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടോ. ഞാനിപ്പോൾ അവിടെ ഇരുന്ന് ടൈം ഉള്ളതുകൊണ്ട് അത് തുന്നിയെന്നുള്ളൂ. തുന്നാത്ത രീതിക്ക് തന്നെ പിൻ ചെയ്ത് വെക്കണ ഒരു ഐറ്റമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഫാഷൻ ഷോയിൽ പോയിട്ടാണ് നമുക്കത് മനസ്സിലാവുന്നത്. നമ്മളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കല്യാണത്തിന് പോകുമ്പം എന്തായാലും കല്യാണ പെണ്ണിൻ്റെ ഡ്രസ്സ് ലെഹങ്കൻ്റെ കുപ്പായോ അതൊക്കെ ഒന്ന് ലൂസ് ഉണ്ടെങ്കിൽ നമ്മൾ ട്രാപ്പ് ചെയ്ത് കൊടുക്കണം. അത് നമുക്കറിയും. പക്ഷെ ഇത് ആ ഓൺ ദ സ്പോട്ടിൽ നമുക്ക് ഇപ്പം എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചൊക്കെ ഒരു ഡ്രസ്സ് അടിക്കാൻ കൊണ്ടുവന്ന് തന്നാൽ ആ ഡ്രസ്സ് അടിച്ചിട്ട് ഒന്നുകിൽ കസ്റ്റമർ നമ്മളെ വീട്ടിൽ വന്ന് വാങ്ങുന്ന സമയത്ത് ഇട്ട് നോക്കും, അല്ലെങ്കിൽ നമ്മൾ അയച്ചു കൊടുത്ത് പരിപാടിൻ്റെ മുന്നേ അയക്കുമ്പോൾ അയച്ചു കൊടുത്ത് നോക്കിയിട്ട് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ ഒന്നുകിൽ അവർ ഷേപ്പ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ പിന്നെയും ചെയ്ത് കൊടുക്കും അല്ലേ. ഇതിപ്പോൾ അങ്ങനെ ഒന്നുമില്ലല്ലോ. നമ്മൾ ജസ്റ്റ് ഇവരെ ഫോട്ടോയും മെഷർമെൻറ്റും മാത്രമാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തതായതുകൊണ്ട് നമുക്ക് തന്നെ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഒരു വർക്കാണിത്, അതുകൊണ്ട് പിന്നെയും കാണിക്കുന്നതെന്നുള്ളൂ കേട്ടോ. ഇനി വരുന്ന വർക്കാണ് ഞാൻ പറഞ്ഞിട്ടുള്ള കമ്പിയൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നില്ലേ, ആ ഒരു സംഭവമായിരുന്നു കേട്ടോ. അത് അത്രയും നല്ലൊരു അഭിപ്രായമായിരുന്നു. പിന്നെ അത് അങ്ങനെ അങ്ങോട്ട് പൊക്കി ഇങ്ങനെ നമ്മളെ മയിൽപ്പീലി വിടർത്തുന്ന പോലെ വിടർത്തുമ്പോഴുള്ളൊരു ഭംഗി പറയാൻ വയ്യ കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നമ്മളൊക്കെ ഇതായിരുന്നു അതിൻ്റെ ഒരു ഇതെന്ന് വിചാരിച്ചു പോയിട്ടോ. അത്രയും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഓരോന്നും അതിൻ്റേതായൊരു ഇതുണ്ടായിരുന്നു. നമുക്ക് പറയാൻ നമുക്ക് ചിലപ്പോൾ നമ്മൾ ചെയ്തതിനെക്കാട്ടി മറ്റുള്ളവർ ചെയ്ത് കാണുമ്പോൾ ഒരിഷ്ടമാവും. മറ്റുള്ള കുട്ടികൾക്ക് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ അളവിനുള്ള ഡ്രസ്സ് ചിലപ്പോൾ അവർക്ക് ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ. കാരണം നമ്മൾ ഡ്രസ്സ് കൊണ്ടുപോകുമ്പോൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഫോട്ടോ തരും, അതേപോലെ തന്നെ മെഷർമെൻറ്റും തരും. അപ്പോൾ എന്താണോ തീം ആ തീം നമുക്ക് തരും. ആ തീമിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ വരച്ചിട്ട് നമ്മൾ തന്നെ കാണിച്ചു കൊടുത്തിട്ട് ക്ലോത്തൊക്കെ എടുത്തിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ അത് ചെയ്യണ സമയത്ത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. കാരണം എല്ലാവരും ഒരു മെൻറ്റാലിറ്റി അല്ലല്ലോ. പക്ഷെ ചില കുട്ടികൾ തീരെ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ലാതെ നമ്മൾ എന്താണോ കൊടുത്തത് അത് ഇടാൻ റെഡിയായ മക്കളും ഉണ്ട് കേട്ടോ, അതിൽ കുറേ എണ്ണം. അപ്പം അങ്ങനത്തെ വിഷയങ്ങൾ ഫാഷൻ ഷോയിൽ ഫസ്റ്റായിട്ട് പോകുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് പല എക്സ്പീരിയൻസും ചെയ്യാനും അറിയാനൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ വിചാരിച്ച പോലെ ആയിരിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ അതേപോലെ തന്നെ പറയാനുള്ളത്, ഈ ഒരു ഫാഷൻ ഷോൻ്റെ നമ്മൾ വരാൻ അത്യാവശ്യം നല്ലോണം ലേറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫാമിലി നമ്മളെ കൂടെ വരാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് അത്രയും ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അത് കോളേജിൻ്റെ ഉത്തരവാദിത്തത്തിൽ പോയതുകൊണ്ട് തന്നെ കോളേജിൻ്റെ കൂടെ തന്നെ പോയി വന്നു, സേഫായിരുന്നു, ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. വരുമ്പോൾ നമ്മൾ ട്രെയിനിനാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഫാഷൻ ഷോയിൽ ഒരു ബോയ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ കുട്ടീൻ്റെ ഒരു ഡ്രസ്സാണത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഓരോരുത്തർ ആർക്കാണോ സ്റ്റുഡൻസിന് ആഗ്രഹമുള്ളത് അവർ അതിൽ ഗ്രൂപ്പിൽ കയറിയിട്ട് ആദ്യം വരുന്ന മെഷർമെൻറ്റ് നമുക്ക് ഏതാണോ ആപ്റ്റായിട്ട് നമ്മളെ മോഡലിന് ആപ്റ്റായിട്ട് തോന്നുന്നത് അത് നമ്മളിങ്ങനെ ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ വിളിക്കുക ആ മോഡലിനെ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഡ്രസ്സൊക്കെ നമുക്ക് കോളേജ് തിരിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ അവിടെ ആവശ്യമില്ല, പിന്നെ നമുക്ക് എന്തും ചെയ്യാം ഡ്രസ്സ്. അങ്ങനെയൊക്കെയാണ് നമ്മളെ ഫാഷൻ ഷോൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി തോന്നുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തിരിച്ചെടുത്തിട്ട് നമ്മളിവിടെ ബൈ പറഞ്ഞിട്ട് പോവാണ്. പിന്നെ നമ്മൾ ട്രെയിനിനാണ് തിരിച്ച് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.